നമസ്കാരം. അറിവിൻ്റെ അത്ഭുത ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. വീണ്ടും ശബ്ദത്തിൻ്റെ പ്രശ്നമല്ലാതെ ഉണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹസ്കി വോയിസിൽ സംസാരിക്കേണ്ടി വരുന്നത്. ക്ഷമിക്കുക കേട്ടോ. എങ്കിൽ പോലും നമുക്ക് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് സംസാരിക്കാം. ഓരോ കാര്യങ്ങളും വിടാതെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് മനോഹരമായിട്ട് കടന്നു പോകാം. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും എൻ്റെ സംശയം നിങ്ങളുടെ കണ്ണിലെ അത്ഭുതം നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടോ? ഇല്ല. ഓരോ കാര്യങ്ങളും കാണുന്ന സമയത്ത് ഫ്രഷായിട്ട് ഓരോ അത്ഭുതങ്ങൾ ആസ്വദിക്കുന്ന സമയത്തും അത്ഭുതപ്പെടാനുള്ള മനസ്സ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ്. കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, എന്ത് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും അല്ലേ? ഒരു ചെറിയ പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ, പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, ഒരു കടൽ കണ്ടു കഴിഞ്ഞാൽ, ഒരു ഉരുളൻ കല്ല് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ അത്ഭുതപ്പെടും കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു ഉരുളൻ കല്ലെന്ന് പറയുന്നത് ഒരു കോഹിനൂർ രത്നം കാണുന്നത് പോലെ അവരുടെ കണ്ണുകൾ വികസിക്കും. പക്ഷേ നമ്മളാവുന്ന സമയത്ത് ഒരു കോഹിനൂർ രത്നം കണ്ടു കഴിഞ്ഞാലും നമുക്ക് അത്ഭുതമില്ലാതെ അതൊരു ഉരുളൻ കല്ലായിട്ട് മാറും. അതാണ് വളരുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്ന കാര്യം. പക്ഷേ എത്രമാത്രം നമ്മുടെ കണ്ണിൽ അത്ഭുതം നിറയ്ക്കാൻ സാധിക്കുമോ അത്രമാത്രം നമുക്ക് ഉജ്ജ്വലമായിട്ട് ജീവിക്കുവാൻ സാധിക്കും. ഞാൻ അത്ഭുതം എന്ന് പറയാൻ കാരണം, അത്ഭുതം ഒരിക്കലും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. ഒരു കടയിൽ പോയിട്ട് അത്ഭുതം വേണമെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നത് ഒരു ചെറിയ കഥയുണ്ട്. അത്ഭുതം വാങ്ങിക്കാൻ പോയൊരു കുട്ടിയുടെ കഥയുണ്ട്. ആ കുട്ടിയുടെ പേര് ടെസ് എന്നായിരുന്നു. ടെസ് എന്ന് പറയുന്ന കുട്ടി അതിസുന്ദരിയായിരുന്നു. വെള്ളത്തലമുടിയും പൂച്ചക്കണ്ണുകളുമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു ടെസ് എന്ന് പറയുന്നത്. കുഞ്ഞു കുട്ടിയാണ്. ഈ ടെസ്സിൻ്റെ കയ്യിൽ ഒരു മൺകുടുക്ക ഉണ്ടായിരുന്നു. ആ മൺകുടുക്കയിൽ കോയിൻ ഇട്ട് വയ്ക്കുമായിരുന്നു. നഷ്ടപ്പെടാതെ കോയിൻ ഇട്ട് വയ്ക്കുമായിരുന്നു. ഈ ടെസ്സിനോട് അമ്മ പറയുമായിരുന്നു, ഒരിക്കലും അത് പൊട്ടിക്കരുത്, നിനക്ക് ആവശ്യം വരുമെന്ന് പറയുമായിരുന്നു. നമ്മൾ സാധാരണ ഉണ്ടാവില്ലേ മൺകുടുക്കയിൽ കോയിൻ ഇട്ട് വയ്ക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വഭാവം ഉണ്ടോ അങ്ങനെ? ആർക്കെങ്കിലും പൈസ ഇട്ട് വയ്ക്കുന്ന സ്വഭാവം? ചെറിയ പാത്രത്തിൽ, മൺകുടുക്ക അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൽ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ കുട്ടിയോട് പറയുമായിരുന്നു, ഒരിക്കലും അത് പൊട്ടിക്കരുതെന്ന് പറയുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ടെസ് അത് പൊട്ടിച്ചു. അതിനകത്ത് $1.40 ഉണ്ടായിരുന്നു. ഈ $1.40 കുട്ടി കയ്യിലെടുത്തതിന് ശേഷം നേരെ ഓടി, കാറ്റിന് പകവയ്ക്കാതെ കൽമതിലുകളെ ചാടിക്കടന്ന് ആ കുഞ്ഞ് ഓടി ചെല്ലുന്നത് ഒരു മെഡിക്കൽ സ്റ്റോറിന് മുമ്പിലേക്കാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഈ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഉടമയും മറ്റൊരാളും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ചെന്നതിന് ശേഷം ഈ കുട്ടി പറഞ്ഞു, ഈ കയ്യിലുള്ളൊരു കോയിൻ എടുത്തതിന് ശേഷം ഈ ഗ്ലാസ്സിലിങ്ങനെ ഇടിച്ച് ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഉടമയും അയാളും കൂടി വന്ന സമയത്ത് കുട്ടി പറഞ്ഞു, എനിക്ക് അത്ഭുതം തരാമോ? എൻ്റെ കയ്യിൽ $1.40 ഉണ്ട്, ഇതിന് അത്ഭുതം തരാമോ എന്ന് ചോദിച്ചു. വലിയ അത്ഭുതമായി അവർക്ക്. അവർ ഉടനെ തന്നെ ഒരാൾ ആ കുട്ടിയുടെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ തോളിൽ ചേർത്ത് പിടിച്ച് കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എന്തിനാ മോളെ നിനക്ക് അത്ഭുതം എങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കുട്ടി പറഞ്ഞു, എൻ്റെ ഡാഡിയുടെ തലയിൽ എന്തോ ഒരു സാധനം, ഒരു മുഴ ഉണ്ടാവുന്നുണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. അമ്മ പറയുന്നു ഇനി ഒരു അത്ഭുതത്തിന് മാത്രമേ എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അത്ഭുതം വാങ്ങിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. നിഷ്കളങ്കമായ ചോദ്യം അല്ലേ? അദ്ദേഹം അമേരിക്ക കണ്ട ഏറ്റവും വലിയ ഒരു കാർട്ടൺ ആംസ്ട്രോങ് എന്ന് പറയുന്ന ഒരു ന്യൂറോ സർജനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് അത്ഭുതം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയും കൂട്ടി നേരെ വീട്ടിൽ പോയി ആ കുട്ടിയുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് തലയിലുണ്ടായിരുന്ന ട്യൂമർ നീക്കം ചെയ്തു. മനസ്സിലായോ? കുറേ കാലം കഴിഞ്ഞ് ഈ അച്ഛനും അമ്മയും മുറിയിലിരുന്നു കൊണ്ട് ഈ കുഞ്ഞുകുട്ടി പുറത്ത് നിൽക്കുന്ന സമയത്ത്, പാവക്കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അമ്മ പറഞ്ഞു, എന്ത് അത്ഭുതമാണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല, എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് എനിക്കറിയില്ല എന്ന് അമ്മ പറയുമ്പോൾ ഈ കുട്ടി ഈ മൺകുടുക്ക പൊട്ടിച്ച കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ആ കുട്ടി പാവക്കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മയ്ക്ക് അറിയില്ലാത്രേ, ഞാൻ എൻ്റെ കയ്യിലുള്ള $1.40 കൊടുത്തിട്ടാണ് ഈ അത്ഭുതം വാങ്ങിച്ചതെന്ന് അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവസാനിക്കുന്നത്. ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അത്ഭുതം വേണം. മനസ്സിലായില്ലേ? അത്ഭുതം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവസാനിച്ചു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന അത്ഭുതം എന്ന് പറയുന്നത്. കുഞ്ഞുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ മാജിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഗുരുനാഥനെ തേടിച്ചു. ഗുരുനാഥൻ്റെ വീട്ടിലേക്ക് ഞാൻ ഗേറ്റൊക്കെ തുറന്ന് ചെല്ലും പേടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാനിങ്ങനെ നോക്കി, ജനലിനുള്ളിലൂടെ നോക്കുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥൻ മാജിക് പ്രാക്ടീസ് ചെയ്യായിരുന്നു. എന്ത് മാജിക്കാണെന്നറിയാമോ? ഒരു ഡെക്ക് കാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ഒരു ഡെക്ക് കാർഡ് എടുത്തതിന് ശേഷം അതിനകത്ത് നിന്നും അദ്ദേഹം 6 കാർഡുകൾ എണ്ണിയെടുക്കുന്നത് ഞാൻ കൃത്യമായിട്ട് കണ്ടു. അദ്ദേഹം ചെയ്യുന്നത് വളരെ സിമ്പിളായിരുന്നു. അതിനകത്ത് 1, 2, 3, 4, 5, 6 കാർഡുകൾ അദ്ദേഹം എണ്ണിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം വളരെ കൂളായിട്ട് അദ്ദേഹം അതിനകത്ത് 1, 2, 3 കാർഡുകൾ താഴേക്കിട്ടു. ബാക്കി 3 വരുള്ളൂ. പക്ഷേ അദ്ദേഹം കൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 1, 2, 3, 4, 5, 6 കാർഡ്.
ഞാൻ ഞെട്ടിപ്പോയി, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ ഉടനെ തന്നെ എൻ്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്ഭുതമാണ്. ഞാൻ അപ്പുറത്തൊരു ജനലിൻ്റെ അടുത്ത് പോയതിനു ശേഷം വീണ്ടും സൂക്ഷിച്ച് നോക്കി. സിമ്പിൾ. 1 2 3 4 5 6 കാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ കണ്ടതാണ്. അതിനകത്ത് 1 2 3 കാർഡ് അദ്ദേഹം താഴേക്കിട്ടു. വീണ്ടും നോക്കുന്ന സമയത്ത് 1 2 3 4 5 6. ഞാൻ ഉടനെ തന്നെ നേരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം ചോദിച്ചു, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കൂൾ, സിമ്പിൾ. നിങ്ങൾ ചെയ്യേണ്ടത് 1 2 3 4 5 6 കാർഡ് എടുക്കണം. അതിനുശേഷം 3 കാർഡ് താഴേക്ക് ഇടണം. വീണ്ടും നോക്കുന്ന സമയത്ത് 1 2 3 4 5 6. ഇപ്പോൾ സംശയം അല്ലേ? ഒന്നുമില്ല, 3 കാർഡ് മാറ്റിക്കഴിഞ്ഞാൽ 1 2 3 4 5 6. അവിടെയും സംശയം ഒന്നുമില്ല. 1 2 3 കാർഡ് മാറ്റിക്കഴിഞ്ഞാൽ 1 2 3 4 5 and 6. ഡൗട്ട്? So thank you so much. That's all. അത് കാർഡിൻ്റെ അത്ഭുത കാഴ്ച. പക്ഷേ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നത്തെ ചോദ്യങ്ങളുടെ അത്ഭുത കാഴ്ചയാണ്. പക്ഷേ ചോദ്യങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് നമ്മൾ അത്ഭുതം എന്ന് പറഞ്ഞു തുടങ്ങിയത് മനഃപൂർവ്വമാണ്. കാരണം ലോകാത്ഭുതങ്ങളെ അനാവരണം ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന്. ലോകാത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. മറ്റൊരു കാര്യം, ഇന്നത്തെ എപ്പിസോഡിന് മാർക്കിൻ്റെ കാര്യത്തിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്. ചോദ്യങ്ങൾ ഒരു ടീമിന് 2 ചോദ്യമാണ് ലഭിക്കുക. അതായത് മൊത്തം 16 ചോദ്യം. ഒരു ടീമിന് 2 ചോദ്യം ലഭിക്കും. അത് കറങ്ങി രണ്ടാമതൊരു ചോദ്യം കൂടി നിങ്ങളിലേക്ക് തന്നെ വരും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 20 മാർക്സാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്നില്ല. തെറ്റിക്കഴിഞ്ഞാലാണ് മാർക്ക് നഷ്ടപ്പെടുന്നത്. ഒരു ടീമിന് ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ അടുത്ത ടീമിലേക്ക് അത് പാസ് ചെയ്യാം. പക്ഷേ ഒരൊറ്റ പാസിങ്ങേ ഉള്ളൂ. അതായത് എ ടീമിനോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ബി ടീമിലേക്ക് മാത്രം പാസ് ചെയ്യാം. പക്ഷേ ബി ടീമിന് പിന്നീട് കിട്ടുന്നത് 10 മാർക്കായിരിക്കും, നഷ്ടപ്പെടുന്നതും 10 മാർക്കായിരിക്കും. ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കുക. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡ് കഴിയുന്നത് വരെ കണ്ണിൽ അത്ഭുതം അതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കട്ടെ. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ വരെയുള്ള മാർക്കുകൾ നമുക്ക് നോക്കാം. സ്കോർ ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. ദാറ്റ്സ് ഇറ്റ്. Team A 470 marks, Team B 390, Team C 430, Team D 420, Team E 830, Team F 250, Team G 350, Team H 30 marks. അപ്പോൾ ഇന്ന് ലോകാത്ഭുതങ്ങളെ അനാവരണം ചെയ്യുന്ന ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. 16 ചോദ്യങ്ങൾ, ഒരു ടീമിന് 2 ചോദ്യം. ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആദ്യത്തെ ചോദ്യം സ്വാഭാവികമായിട്ടും വരുന്നത് എ ടീമിലേക്കാണ്. ഓക്കെ, യു റെഡി ഫോർ ദാറ്റ്? ഓക്കെ, എ ടീമിനുള്ള ഒന്നാമത്തെ ചോദ്യം. കണ്ടീഷൻസ് അറിയാമല്ലോ അല്ലേ? ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കാം, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: Where is the Great Pyramid situated? Rome, Giza, Pisa, Alexandria. ചോദ്യം ആവർത്തിക്കുന്നു. ഏറ്റവും വലിയ പിരമിഡ് എവിടെയാണ്? റോം, ജിസ, പിസ, അലക്സാണ്ട്രിയ. എവിടെയാണ് ഏറ്റവും വലിയ പിരമിഡ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. റോമുണ്ട്, പിസയുണ്ട്, ഗിസയുണ്ട്, അതുപോലെ തന്നെ അലക്സാണ്ട്രിയ ഉണ്ട്. ആൻഡ് യുവർ ടൈം. സർ, ഓപ്ഷൻ ബി ഗിസ. ഓപ്ഷൻ ബി ഗിസ. ഓപ്ഷൻ ബി ഗിസ. നോ ഡൗട്ട് അറ്റ് ഓൾ. ഓക്കെ, യെസ്. നമ്മൾ ആദ്യത്തെ ചോദ്യം തെറ്റരുത് എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന, എല്ലാവരുടെയും പ്രാർത്ഥന. എപ്പോഴും എപ്പിസോഡിനൊരു ലൈവ് ആവണമെങ്കിൽ ചോദ്യം തെറ്റരുതെന്നുള്ളതാണ്. പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയാൻ നമ്മൾ ആൻസർ ക്യൂബിലേക്ക് പോകേണ്ടതുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. റൈറ്റ് ആൻസർ ആൻഡ് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. കാരണം ആദ്യത്തെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞതിന് യേശുവിന് 2750 വർഷം മുമ്പാണ് ഗുഷു എന്ന് പറയുന്ന ഫെറോവ ഇവിടെ ഉണ്ടാക്കിയുള്ളത്. ഗുഫു അല്ലെങ്കിൽ ഗുഷു എന്ന് പറയുന്ന ഫെറോവ ഗിസയിൽ ഈ ഒരു വലിയ പിരമിഡ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഈ പിരമിഡിന് ഉപയോഗിച്ചിരുന്ന ഓരോ സ്റ്റോണ് 80 ടണ്ണോളം ഭാരമുണ്ടായിരുന്നു എന്ന് പറയുന്നത്. 80 ടൺ ഭാരം, മനസ്സിലായോ? അതായത് 80,000 കിലോഗ്രാം ഭാരമുള്ളായിരുന്ന ഓരോ സ്റ്റോണാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സ്റ്റോൺ കൊണ്ടുവന്നിരിക്കുന്നത് അന്യരാജ്യങ്ങളിൽ നിന്നാണെന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. 80,000 കിലോ ഭാരമുള്ള ഒരു സ്റ്റോണ് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അന്നത്തെ ഒരു സംവിധാനം എങ്ങനെ ഉപയോഗിച്ചു എന്ന് നമുക്കറിയില്ല. യേശുവിന് 2750 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള പിരമിഡാണത് അല്ലേ? ആകാശം മുട്ട നിൽക്കുന്നുണ്ടാവും, അത്രമാത്രം ഉയരത്തിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, എനിവേ ദാറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. ഗുഡ്. രണ്ടാമത്തെ ചോദ്യം വരുന്നത് ബി ടീമിനോടാണ്. ബി ടീം, നിങ്ങളുടെ ചോദ്യമാണിത്.
ചോദ്യം ശ്രദ്ധിക്കാം, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. Which civilization built the hanging gardens of Babylon? Akkadians, Chinese, Neanderthal, Assyrians. ചോദ്യം ആവർത്തിക്കുന്നു. ബാബിലോണിയയിലെ ഹാങ്ങിങ് ഗാർഡൻസ് ഏത് സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്? അക്കാഡിയൻസ്, ചൈനീസ്, നിയാൻഡർത്തൽ, അസേരിയൻസ്. ബി ടീമിനുള്ളതാണ് ചോദ്യം. ബി ടീമിന് അറിയാമെങ്കിൽ ഉത്തരം പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി ടീമിലേക്ക് പാസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ശ്രദ്ധിക്കുക, ഉത്തരം കൃത്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 20 മാർക്സാണ്, നഷ്ടപ്പെടുന്നതും 20 മാർക്സാണ്. അതേസമയം പാസ് ചെയ്യുകയാണെങ്കിൽ സി ടീമിന് കിട്ടുന്നത് 10 മാർക്കാണ്, നഷ്ടപ്പെടുന്നത് 10 മാർക്കായിരിക്കും. പിന്നീട് പാസ് ചെയ്യാനുള്ള അവകാശമില്ല. സോ യുവർ ടേൺ. ടെൽ മീ. യു ആർ പാസിംഗ്. ഓക്കെ, ബി ടീം പാസ് ചെയ്തിരിക്കുന്നു. സി ടീമിലേക്കാണ് വരുന്നത്. ശ്രദ്ധിക്കുക, ഉത്തരം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് 10 മാർക്കാണ്, നഷ്ടപ്പെട്ടാൽ പോകുന്നതും 10 മാർക്കാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഉത്തരം പറയുക. ബാബിലോണിയയിലെ ഹാങ്ങിങ് ഗാർഡൻസ് ഏത് സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി അസീരിയൻസ്. ഓപ്ഷൻ ഡി അസേരിയൻസ്. ഓപ്ഷൻ ഡി അസേരിയൻസ്. ഒരു ചാൻസ് എടുത്തതാണോ അതോ ധൈര്യമായിട്ട് പറഞ്ഞതാണോ, കോൺഫിഡൻസോടുകൂടി പറഞ്ഞതാണോ? ഞാൻ വായിച്ചതുപോലെ ഒരു ഓർമ്മ വന്നു ഇന്നലെ. വായിച്ചതുപോലെ ഒരു ഓർമ്മ വന്നു. അത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്ക്. കാരണം ഇവിടെ നമുക്ക് വായിച്ചു നോക്കാനോ റെഫർ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഓർമ്മയെ റെഫർ ചെയ്യുക എന്ന് മാത്രമാണ് അതിനുള്ള വഴി, അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഓൺലി ദി വേ. ഓക്കെ, എനിവേ നമുക്ക് ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്ത ആ ആശയം അല്ലെങ്കിൽ ആ ഓർമ്മ ശരിയാണോ എന്നുള്ളത് പരിശോധിക്കാനുള്ള അവസരമാണിത്. സോ നമുക്ക് ആൻസർ ക്യൂബിലേക്ക് പോവാം. ദാറ്റ്സ് ഇറ്റ്. ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ധാരാളം വായിക്കുകയുള്ളൂ മാത്രമാണ്. വായിക്കുക, അത് ഓർമ്മയിൽ കുറിച്ചു വയ്ക്കുക. ആവശ്യം വരുന്ന സമയത്ത് ഓർമ്മയുടെ വാതിലുകൾ, ഓർമ്മയുടെ പേജുകൾ നമുക്ക് നിവർത്തി നോക്കി അതിനകത്ത് ചികഞ്ഞെടുക്കുക. അതാണ് വഴി. കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്. യു ഗോട്ട് 10 മാർക്സ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം നിങ്ങൾക്ക് തന്നെയാണ്. സി ടീമിലേക്കാണ് മൂന്നാമത്തെ ചോദ്യം വരുന്നത്. ഫോർ യു. ഓക്കെ, ചോദ്യം ഇതാണ്. പ്ലീസ്. Which civilization built a statue of Zeus at Olympia? Greeks, Romans, Egyptians, Mesopotamians. ചോദ്യം ആവർത്തിക്കുന്നു. ഒളിമ്പിയയിലെ സ്യൂസിൻ്റെ ശില ഏത് സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്? ഗ്രീക്ക്, റോമൻസ്, ഈജിപ്ഷ്യൻ, മെസോപ്പൊട്ടാമിയൻസ്. മനസ്സിലായോ? ചോദ്യം ക്ലിയർ ആണല്ലോ? ചോദ്യം വ്യക്തമാണല്ലോ? ഓക്കെ, നിങ്ങൾക്കുള്ള അവസരമാണ്. ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, കറക്റ്റ് ആണെങ്കിൽ 20 മാർക്സ്, നഷ്ടപ്പെട്ടാലും 20 മാർക്സ്. അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ടീമിലേക്ക് പാസ് ചെയ്യാം. തെറ്റിക്കഴിഞ്ഞാലും മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ ഓക്കെ, യാ. യുവർ ആൻസർ. ഓപ്ഷൻ എ ഗ്രീക്ക്. ഓപ്ഷൻ എ ഗ്രീക്ക്. ഓപ്ഷൻ എ ഗ്രീക്ക്. ഒളിമ്പിയയിലെ സ്യൂസിൻ്റെ ശില ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് എന്നുള്ളതാണ് സി ടീം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇറ്റ് നൗ ആൻഡ് ദി ആൻസർ ക്യൂ പ്ലീസ്. That's the right answer. Congratulations. Very good. Congratulations. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മയുടെ പേജുകളൊന്ന് പരതണം. ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട് അതിനകത്ത്. ഗുഡ്, വെരി ഗുഡ്, നൈസ്. ഇനി ചോദ്യം വരുന്നത്, നാലാമത്തെ ചോദ്യം വരുന്നത് ഡി ടീമിലേക്കാണ്. ഡി ടീം, ക്വസ്റ്റ്യൻ ടു യു. യാ, ചോദ്യം ഇതാണ്. കാണാം. Who is considered the architect of Taj Mahal? Muhammad Khan, Safarullah, Ustad Ahmad Lahori, Irfan. ചോദ്യം ആവർത്തിക്കുന്നു. താജ്മഹലിൻ്റെ ശില്പി ആരാണ്? മുഹമ്മദ് ഖാൻ, സഫറുള്ള, അഹമ്മദ് ലഹോറി, ഇർഫാൻ. ഇതാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഡി ടീമിന് ഇനി ആൻസർ പറയാം. നിങ്ങൾക്ക് ആൻസർ പറയാനുള്ള അവസരമാണ്. വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ സി, ഉസ്താദ് അഹമ്മദ് ലഹോരി. ഉസ്താദ് അഹമ്മദ് ലഹോറി. യാ, താജ്മഹലിൻ്റെ ശില്പി. ഓക്കെ, യാ, ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. That's the right answer. Congratulations. Very good. Very good.
കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ, നമ്മളോട് ചോദിക്കും താജ്മഹൽ ആരാണ് ഉണ്ടാക്കിയത്, നമ്മളോട് ചോദിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറയും ഷാജഹാൻ എന്ന് വിളിച്ച് പറയും. അല്ല, ഷാജഹാൻ അല്ല, ശില്പിയാണ് എന്ന് കുട്ടികൾ കളിയാക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അല്ലേ. അപ്പോൾ അതുണ്ടാക്കിയത് തീർച്ചയായിട്ടും അഹമ്മദ് ലഹോറിയാണ്. ദാറ്റ്സ് നൈസ്. ചോദ്യം ഇനി വരുന്നത് ഈ ടീമിലേക്കാണ്. ഈ ടീമിലേക്ക് ലോകാത്ഭുതവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: Which is the scientific invention considered to be a modern seven wonder of the world? Steam engine, internet, X-ray, computer. ചോദ്യം മലയാളത്തിൽ ആവർത്തിക്കുന്നു. ലോകമഹാത്ഭുതങ്ങളിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തം എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്റ്റീം എഞ്ചിൻ, ഇന്റർനെറ്റ്, എക്സ്റേ, കമ്പ്യൂട്ടർ. ചോദ്യം വന്നിരിക്കുന്നത് ടീം ഇയോടാണ്. Team E. You ready to answer it? Yeah. Option B, internet. Option B, internet. ഇത്ര ഒരു വ്യക്തതയില്ലാതെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ഇൻ്റർനെറ്റ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു. നമ്മളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കിടക്കട്ടെ, ആൻസർ ക്യൂബിലേക്ക് പോട്ടെ അല്ലേ. നമ്മൾ എന്തായാലും പറഞ്ഞു പോയല്ലോ, ഇനി നേരിട്ടല്ലേ പറ്റുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇറ്റ് നൗ. That's the right answer. Right answer. Congratulations. Very good. Very good. വെൽ സെറ്റ്. കാരണം അതിനകത്ത് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളന്ന് വളരെ ബുദ്ധിപരമായി ഇൻ്റർനെറ്റ് എന്നുള്ള ആശയത്തിലേക്ക് എത്തി. അതാണ് ഏറ്റവും വലിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തം. ഒരു കാലഘട്ടത്തിലേക്ക് മുഴുവൻ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തം വരാനിരിക്കുന്നതും അത് തന്നെയാണ്. കാരണം അത്രമാത്രം ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഇൻ്റർനെറ്റ് സംവിധാനം അല്ലേ. ഓക്കെ, ചോദ്യം ഇനി വരുന്നത് എഫിലേക്കാണ്. എഫ് ടെൻഷനൊന്നുമില്ലല്ലോ, കൂളാണല്ലോ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ലോകാത്ഭുതങ്ങൾ നമ്മളൊരു അത്ഭുതം കാണുന്നത് പോലെ വേണം ചോദ്യങ്ങൾ ആസ്വദിക്കാൻ. ഓക്കെ, ചോദ്യം സിമ്പിളാണ്. ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാം. ദാറ്റ്സ് ഇറ്റ്. Which was the dynasty which built the Great Wall of China? Qin, Xin, Ming, Ding. നമ്മൾ ചോദ്യം ആവർത്തിക്കുന്നു. ഏത് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ചൈന വൻമതിൽ നിർമ്മിക്കപ്പെട്ടത്? കിൻ, സിൻ, മിങ്, ഡിങ്. കുട്ടികൾ കളിക്കുന്ന പോലെയുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിങ്, ഡിങ് എന്ന് പറഞ്ഞിട്ടല്ലേ, ഡിങ് ഡിങ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഏതോ ഒരു രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ചൈന വൻമതിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആൻസർ പറയാൻ റെഡിയാണോ? ഓക്കെ, ടെൽ മീ. ഓപ്ഷൻ സി, മിങ്. ഓപ്ഷൻ സി, മിങ്. മിങ് എന്ന രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ചൈന വൻമതിൽ നിർമ്മിക്കപ്പെട്ടത്. ഈ ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന ഒരു മജീഷ്യനുണ്ട്, കേട്ടിട്ടുണ്ടോ? ഡേവിഡ് കോപ്പർഫീൽഡ് ലോകത്തിലെ ഏറ്റവും വലിയ വിഖ്യാതനായിട്ടുള്ള ജാലവിദ്യക്കാരനാണ്. ഈ ഡേവിഡ് കോപ്പർഫീൽഡ് ചൈന വൻമതിലിനെ തുളച്ച് കിടക്കുന്നൊരു ജാലവിദ്യയുണ്ട്. അയ്യോ, ഗംഭീര പെർഫോമൻസ് ആണ്. ഒരു വൻമതിലിനെ, ചൈന വൻമതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാത്ത അത്രമാത്രം വീതിയും ഒക്കെയാണ്. അതിൻ്റെ ഈ അറ്റത്ത് നിന്ന് തുളച്ച് അദ്ദേഹം ആ മതിലിനെ തുളച്ച് അപ്പുറത്തേക്ക് കിടക്കും. അതാണ് മാജിക് എന്ന് പറയുന്നത്. മാജിക്കിൻ്റെ ഞാനിതൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് കിട്ടിയെങ്കിൽ എന്നുള്ളതാണ് നിങ്ങളുടെ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടെൻഷൻ അത്രമാത്രം നിലനിൽക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ പറയട്ടെ ഡേവിഡ് കോപ്പർഫീൽഡിനോ? വേണ്ടല്ലേ, നമുക്ക് ആൻസർ കിട്ടിയാൽ മതി അല്ലേ. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് നൗ ആൻഡ് ആൻസർ ക്യൂ പ്ലീസ്. Perfect answer. Congratulations. Very good. You got 20 marks. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അത്ഭുതപ്പെടുന്നുണ്ടാകും. കാരണം ചോദ്യങ്ങൾ അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ പ്രേക്ഷകരോട് പറയുന്നു, ഇത്രമാത്രം എന്താ പറയുക, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളായതുകൊണ്ട് തന്നെയാണ് ഇതിന് ആൻസർ പറയാൻ സാധിക്കുന്നത്. കാരണം ഏത് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ചൈന വൻമതിൽ ഉണ്ടാക്കിയത് എന്ന് ഓർത്തിരിക്കണമെങ്കിൽ യു ആർ സോ ഇൻ്റലിജൻ്റ്. എല്ലാവർക്കും ഞാൻ ഹാർട്ടി കൺഗ്രാജുലേഷൻസ് കേട്ടോ, ഫ്രം മൈ ഹാർട്ട്. ഓക്കെ, ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഏഴാമത്തെ ചോദ്യം വരുന്നത് ജി ടീമിലേക്കാണ് വരുന്നത്. ഏഴാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം, സ്ക്രീനിലേക്ക് കാണാം, നോക്കാം പ്ലീസ്. ഇൻ വിച്ച് നേഷൻ ഡു വി ഫൈൻഡ് റൂയിൻസ് ഓഫ് ദി ഗ്രേറ്റ് മയൻ സിവിലൈസേഷൻ? മെക്സിക്കോ, ഗ്രീൻലാൻഡ്, ഫിൻലാൻഡ്, ക്യൂബ.
ചോദ്യം മലയാളത്തിൽ ആവർത്തിക്കുന്നു. പരമ്പരാഗതമായ മായൻ സംസ്കാരം നശിച്ചത് ഏത് രാജ്യത്താണ്? മെക്സിക്കോ, ഗ്രീൻലാൻഡ്, ഫിൻലാൻഡ്, ക്യൂബ. ചോദ്യം കണ്ടല്ലോ, ചോദ്യം കേട്ടല്ലോ, എല്ലാം വ്യക്തമാണല്ലോ, ഉള്ളിലുണ്ടല്ലോ കാര്യം. മായൻ സംസ്കാരം നശിച്ചത് ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. മെക്സിക്കോ ഉണ്ട്, ഗ്രീൻലാൻഡ് ഉണ്ട്, ഫിൻലാൻഡ് ഉണ്ട്, ക്യൂബയുണ്ട്. നിങ്ങളുടെ ഉത്തരത്തിനായി കാത്തിരിക്കുന്നു. ആൻഡ് യുവർ ആൻസർ പ്ലീസ്. ഓപ്ഷൻ എ മെക്സിക്കോ. ഓപ്ഷൻ എ മെക്സിക്കോ. യാ, മായൻ സംസ്കാരം നശിച്ചത് മെക്സിക്കോ എന്ന രാജ്യത്താണ് എന്നുള്ളതാണ് ജി ടീമിൻ്റെ അഭിപ്രായം, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ചെറുതായിട്ട് സംശയമുണ്ടോ? ഓക്കെ, ഗോ ഫോർ ദാറ്റ്. ഓക്കെ, സീ ദാറ്റ്. വെരി നൈസ്. ഇനി വീണ്ടും ചോദ്യം വരുന്നത് എച്ചിലേക്കാണ് ചോദ്യം വരുന്നത്. നിങ്ങൾക്കുള്ള അവസരമാണ്. അയ്യോ, ചോദ്യം കേൾക്കാൻ തന്നെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്, ചിരിച്ചാണ് നിൽക്കുന്നത്. ഓക്കെ, ചോദ്യം ഇതാണ്. ചോദ്യം കാണാം പ്ലീസ്. Where can we find Christ Redeemer statue? ബോട്സ്വാന, ഫിൻലാൻഡ്, ഇംഗ്ലണ്ട്, ബ്രസീൽ. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ചോദ്യം ഇതാണ്. ക്രൈസ്റ്റ് നഗർ റെഡീമറിൻ്റെ പ്രതിമ ഏത് രാജ്യത്താണ് കാണാൻ സാധിക്കുന്നത്? ബോട്സ്വാന, ഫിൻലാൻഡ്, ഇംഗ്ലണ്ട്, ബ്രസീൽ. 4 ഓപ്ഷൻസ് ആണുള്ളത്. സോ യുവർ ടേൺ. ഓക്കെ, ടീം എച്ച്. ഓപ്ഷൻ ഡി ബ്രസീൽ. ഓപ്ഷൻ ഡി ബ്രസീൽ. ഓക്കെ, ഓപ്ഷൻ ഡി ബ്രസീൽ എന്നുള്ളതാണ് ഉത്തരം. 100% കോൺഫിഡൻസോട് കൂടി പറഞ്ഞതാണോ അതോ 100% sure. 100% sure. Okay, and we will go for that. Please. Congrats. Very good. ഇനി നമ്മൾ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് എ ടീമിലേക്ക് തന്നെ വരുന്നു. അതായത് 9ാമത്തെ ചോദ്യമാണ്. നിങ്ങൾക്കുള്ള 9ാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. കാണാം, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. The world wonder Machu Picchu is centered around a temple. Who is this temple dedicated to? Moon, fire, earth, sun. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ലോകമഹാത്ഭുതങ്ങളിലൊന്നായ മച്ചു പിച്ചു ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ്. ഏത് ദേവനെയാണ് ഇവിടെ പൂജിക്കുന്നത്? ചന്ദ്രൻ, അഗ്നി, ഭൂമി, സൂര്യൻ. ഓപ്ഷൻ ഡി സൺ. ഓപ്ഷൻ ഡി സൺ. യാ, ഗോ ഫോർ ദാറ്റ്. അയ്യോ, ഈ സ്ക്രീനിൽ ഇതിങ്ങനെ പൊങ്ങുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന പോലെയുള്ള മുഖഭാവമായിരുന്നു. ഇങ്ങനെ ഡള്ളായി നിൽക്കിയത്. പെട്ടെന്ന് സൂര്യൻ ഉദിക്കുന്ന പോലെ അങ്ങോട്ട് ആയില്ലേ യെസ് വന്ന സമയത്ത്. നൈസ്, കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ഇതാ ബി ടീമിലേക്കുള്ള ചോദ്യം. ബി ടീമിനുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്. One of the earliest codified laws in the world was given by Niacin, ഹമ്മുറാബി, നബു, തലാത്ത്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഏറ്റവും പുരാതനമായ നിയമം ആരുടേതാണ്? നിയാഷൻ, ഹമ്മുറാബി, നബു, തലാത്ത്. ഏറ്റവും പുരാതനമായ നിയമം ആരുടേതാണ്? നിയാഷൻ, ഹമ്മുറാബി, നബു, തലാത്ത്. ഓപ്ഷൻ ബി ഹമ്മുറാബി. ഓപ്ഷൻ ബി ഹമ്മുറാബി. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആണല്ലോ, മാച്ചായിട്ടാണല്ലോ പറഞ്ഞത്, ആലോചിച്ചിട്ട് തന്നെയല്ലേ പറഞ്ഞത് അല്ലേ? അതോ ഇത് അഥവാ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാവും? ഒന്നും ഉണ്ടാവില്ലല്ലോ, വളരെ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഓൾറൈറ്റ്, ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്.
വെരി ഗുഡ്. ടീം സിയിലേക്കുള്ള അടുത്ത ചോദ്യം. ടീം സിയിനുള്ള ചോദ്യമാണ്. ചോദ്യം കാണാം. ഓക്കെ, Bamiyan Buddha statues which were destroyed by terrorists in which nation? Pakistan, Afghanistan, Tajikistan, Turkmenistan. ചോദ്യം ആവർത്തിക്കുന്നു. തീവ്രവാദികളാൽ നശിപ്പിക്കപ്പെട്ട ബാമിയൻ പ്രതിമ ഏത് രാജ്യത്താണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ. ഇതിലേത് രാജ്യത്താണ് ബാമിയൻ ബുദ്ധ സ്റ്റാച്യു നശിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഈ സ്റ്റാച്യു നശിപ്പിക്കപ്പെട്ടത്, ഒരു ബുദ്ധ സ്റ്റാച്യു നശിപ്പിക്കപ്പെട്ടത്, ഈ ബാമിയൻ പ്രതിമ നശിപ്പിക്കപ്പെട്ടത് തീവ്രവാദികളാലാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഏത് രാജ്യത്തെ തീവ്രവാദികളാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ. ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ. ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ലെറ്റ്സ് സീ നൗ പ്ലീസ്. Perfect answer. തീവ്രവാദി ആക്രമണം കൊണ്ട് നമ്മുടെ ലോകത്തിന് നഷ്ടമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. 55 മീറ്റർ ഉയരമുണ്ടായിരുന്നു ഈ ബുദ്ധ പ്രതിമകൾക്കെന്നാണ് പറയുന്നത്. 2001 താലിബാൻ ഇത് നശിപ്പിക്കപ്പെട്ടത്. ലോകത്തിൻ്റെ പൈതൃകം മുഴുവൻ ഏന്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നത് മറ്റൊരു വാസ്തവമാണ്. നമ്മൾ 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 12ാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഡി ടീമിനോടാണ്. ഡി ടീമിനുള്ള അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. One of the tallest standing Shiva statue of Ganga Talao is in which nation? Mauritius, Hungary, Egypt, Indonesia. ചോദ്യം മലയാളത്തിൽ വായിക്കുന്നു. ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ ഏത് രാജ്യത്താണ്? മൊറീഷ്യസ്, ഹംഗറി, ഈജിപ്ത്, ഇന്തോനേഷ്യ. യെസ്, ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡി ടീമിലേക്കാണ്. സർ, ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ ഉറപ്പായിട്ട് പറഞ്ഞതാണോ വെറുതെ പറഞ്ഞതാണോ? ഗസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ യുവർ ഗസ് ഈസ് റൈറ്റ് ഓർ നോട്ട് പ്ലീസ്. That's the wrong answer. ഈ ടീമിന് ഒരു ചാൻസ് ഉണ്ട്. If you want, you can take it now. Option A, Mauritius. Option A, Mauritius. Option A, Mauritius. ഇതും ഗസ് ആണോ? 70% sure. 70%. ബാക്കി 30% കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ 70-30 അതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. 30 എന്ന് പറയുന്നത് റോങ് ആവാം, 70 എന്ന് പറയുന്നത് റൈറ്റ് ആവാം. ഓക്കെ, നോക്കാം. ഓക്കെ, പ്ലീസ്. വെരി ഗുഡ്. ഇതാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും വലിയ ശിവപ്രതിമ. ഓക്കെ, മൊറീഷ്യസിലാണ്. പെർഫെക്റ്റ്. നല്ല തീരുമാനം. 70% നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് 10 മാർക്കിന് വേണ്ടി ആ ഒരു കോൺഫിഡൻസ് ഉപയോഗിച്ചു എന്ന് പറയുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ 70% ആവുന്ന സമയത്ത് 10 മാർക്കല്ലേ പോട്ടെ എന്നാണ് സാധാരണ വിചാരിക്കും. പക്ഷേ എറിയുന്നു അല്ലേ, കല്ല് നമ്മൾ എറിയുന്നു, അതാണ് അപ്പോഴേ മാങ്ങ വീഴുകയുള്ളൂ അല്ലേ. ഓക്കെ, ദാറ്റ്സ് നൈസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 13ാമത്തെ ചോദ്യമാണ്. ചോദ്യം വരുന്നത് വീണ്ടും ഈ ടീമിലേക്കാണ്. ഓക്കെ, ചോദ്യം ഇതാണ്, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ടെമ്പിൾ ഓഫ് അർത്തമീസ് ഈസ് വൺ ഓഫ് ദി വേൾഡ് വണ്ടേഴ്സ്. Who is she? Roman goddess, Anatolian goddess, Egyptian goddess, Greek goddess. ചോദ്യം ആവർത്തിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി, അർത്തമീസ് ക്ഷേത്രം ആരുടെ പ്രതീകമായാണ് സ്ഥിതി ചെയ്യുന്നത്? റോമൻ ഗോഡ്സ്, അനാറ്റോളിയൻ ഗോഡ്സ്, ഈജിപ്ഷ്യൻ ഗോഡ്സ്, ഗ്രീക്ക് ഗോഡ്സ്. നിങ്ങളുടെ അവസരമാണ്.
ക്ലിയർ ആണല്ലോ, ചോദ്യം ക്ലിയർ ആണല്ലോ. ഓക്കെ, യുവർ ആൻസർ പ്ലീസ്. Option D, Greek goddess. ഓപ്ഷൻ ഡി, ഗ്രീക്ക് ഗോഡസ്. എൻ്റെ ചിരിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആൻസർ എവിടെയുണ്ട്? എൻ്റെ ചിരിയിൽ നിന്ന് എന്ത് മനസ്സിലായി? കറക്റ്റ് ആവും എന്ന് മനസ്സിലായി. ഓക്കെ, പക്ഷേ ഞാനൊരു മജീഷ്യനാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് കള്ളം കാണിക്കുന്ന ഒരാളാണ്. ആ ഒരു ബോധം നിങ്ങൾക്ക് വേണം. സ്റ്റേജിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ചിരിച്ചൊക്കെ കാണിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ കാണിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ചിരിയെ അത്രമാത്രം വിശ്വസിക്കരുത്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ, നോക്കാം. Right answer. Congratulations. Okay. Perfect. 14ാമത്തെ ചോദ്യം വരുന്നത് എഫ് ടീമിലേക്കാണ്. ചോദ്യം സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്. Egyptian is one of the oldest civilizations. The earlier name of Egypt: Hagio, Nihar, Misr, Qadar. ഓക്കെ, ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഈജിപ്ഷ്യൻ ഒരു പഴയ സംസ്കാരമാണ്. ഈജിപ്തിൻ്റെ പഴയ പേര് എന്താണ്? ഹാഗിയോ, നിഹാർ, മിസർ, ഖദർ. ചോദ്യം കിട്ടിയിരിക്കുന്നത് എഫ് ടീമിനാണ്. നിങ്ങളുടെ ഉത്തരത്തിനാണ് കാത്തിരിക്കുന്നത്. ഉത്തരം മനസ്സിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ 20, കൃത്യമാണെങ്കിൽ 20 മാർക്ക് കിട്ടും. തെറ്റായി കഴിഞ്ഞാൽ 20 മാർക്ക് പോകും. അതല്ലെങ്കിൽ പാസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഒന്നും നഷ്ടപ്പെടില്ല. ആൻഡ് യുവർ ചോയ്സ്, യുവർ ടേൺ. Option C, Misr. ഓപ്ഷൻ സി, മിസർ. ഈ നോട്ടത്തിൽ എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല അല്ലേ? ഓക്കെ. ഓപ്ഷൻ സി, മിസർ എന്നാണ് പറയുന്നത്. യാ, ലെറ്റ്സ് സീ ദാറ്റ്. Right answer. Congratulations. Very good. 15ാമത്തെ ചോദ്യം വരുന്നത് ജി ടീമിലേക്കാണ്. 15th question. ഓക്കെ, 15, 16. ഇനി 2 ചോദ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 15ാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ആ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ചോദ്യം ഇതാണ്. കൊളോസസ് ഓഫ് റോഡ്സ് വാസ് ഡെഡിക്കേറ്റഡ് ടു മൂൺ, സൺ, സീ, എയർ. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. കൊളോസസ് ഓഫ് റോഡ്സ് ആർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ്? മൂൺ, സൺ, സീ, എയർ. പാസ് ചെയ്തു. ഓക്കെ, എച്ച് ടീമിലേക്കാണ് പാസ് ചെയ്യുന്നത്. നിങ്ങൾ പാസ് ചെയ്യാൻ അങ്ങോട്ട് സ്ഥലമില്ല. ഇനി പാസ് ചെയ്യണമെങ്കിൽ നേരെ പാരൻസിലേക്ക് പാസ് ചെയ്യണം. അല്ല, വേറെ സ്ഥലമില്ല. അറിയില്ല. ആർക്കെങ്കിലും ഗസ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഓപ്ഷൻ എ, മൂൺ ആണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് കാണിക്കണം. ഓക്കെ, കാണിക്കാം. ഓപ്ഷൻ എ, മൂൺ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് കാണിക്കാം. മാർക്ക് നഷ്ടപ്പെടുമായിരുന്നു അല്ലേ? സിമ്പിൾ, വെരി സിമ്പിൾ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി ആണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് നോക്കണോ? നോക്കാം. ഓക്കെ, മാർക്ക് കൂടി നഷ്ടപ്പെടുമായിരുന്നു. ഇനി ആർക്കെങ്കിലും നോക്കാനുണ്ടോ? ഓപ്ഷൻ ഡി, എയർ പറയായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇനി നോക്കണ്ടല്ലോ, ഇനി ടെസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇല്ല. അപ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് സണ്ണാണ് റൈറ്റ് ആൻസർ. 16ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 16ാമത്തെ ചോദ്യം, ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു എച്ച്. 16ാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. ചോദ്യം സ്ക്രീനിൽ കാണുന്നു. ഇതാണ്. ദി ഇന്ത്യൻ വണ്ടർ സ്റ്റാച്യു ഓഫ് ഗോമതേശ്വര ഈസ് ദി സ്റ്റാച്യു ഓഫ് ബാഹുബലി, മഹാവീര,
ബുദ്ധ ജനസേന. ചോദ്യം ആവർത്തിക്കുന്നു. ഇന്ത്യയുടെ അത്ഭുത പ്രതിമയായ ഗോമതേശ്വര പ്രതിമ ആരുടേതാണ്? ബാഹുബലി, മഹാവീര, ബുദ്ധ, ജനസേന. എച്ച് ടീം. Pass. പാസ്. പാസ് മീൻസ് എ ടീമിനാണ് വരുന്നത്. ഓക്കെ, എ ടീം, യുവർ ചോയ്സ്. കിട്ടിയാൽ 10 മാർക്ക്, പോയാൽ 10 മാർക്ക്. ഗോമതേശ്വര പ്രതിമ ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ബാഹുബലി, മഹാവീര, ബുദ്ധ, ജനസേന. പാസ്. വൺസ് അഗെയിൻ പാസ്. ഓക്കെ, ഇനി നമുക്ക് ഗസ് ചെയ്യാനുള്ള സമയമാണ്. യുവർ ചോയ്സ്. ടെൽ മീ. ഓപ്ഷൻ എ ബാഹുബലി. ബാഹുബലി എന്നാണ് ഉത്തരം പറഞ്ഞിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് കാണാം. യാ, ദാറ്റ്സ് ഇറ്റ്. കിട്ടുമായിരുന്നു 20 മാർക്ക്, പക്ഷേ നഷ്ടപ്പെട്ടു. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. നല്ല മനോഹരമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അല്ലേ? നിങ്ങൾ ഉജ്ജ്വലമായിട്ട് പങ്കെടുത്തു. ചെറിയ ചെറിയ തെറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് വണ്ടർഫുൾ ജോബ്. വളരെ മനോഹരമായിട്ട് ചെയ്തു. നമ്മൾ പ്രതിമകളെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത് അല്ലേ? ബുദ്ധ പ്രതിമ, അതുപോലെ തന്നെ മഹാവീര പ്രതിമകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ചിക്കൻ സൂപ്പ് ഫോർ സോൾ എന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? ജാക്ക് ആൻഡ് ഫീൽഡിൻ്റെ ചിക്കൻ സൂപ്പ് ഫോർ സോൾ വായിച്ചിട്ടുണ്ടോ? ജാക്ക് ആൻഡ് ഫീൽഡിൻ്റെ പുസ്തകമാണ്. അത് വളരെ പോസിറ്റീവ് എനർജി തരുന്നൊരു പുസ്തകമാണത്. അതിനകത്ത് ഈ പ്രതിമയുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഉള്ളൊരു കഥയാണ്. തായ്ലൻഡിൽ ഒരു വലിയ ക്ഷേത്രത്തിനകത്തൊരു വലിയ പ്രതിമയുണ്ടായിരുന്നു. വലിയ ഹൈറ്റുള്ളൊരു പ്രതിമ. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു പ്രതിമയായിരുന്നു അത്. ആ പ്രതിമ ഒരു കൂറ്റൻ പ്രതിമയായിരുന്നു. അത് എത്രയോ കാലങ്ങളായിട്ട് ആ ക്ഷേത്രത്തിനകത്തുണ്ട്. തായ്ലൻഡിൽ റോഡ് വികസനം വന്ന സമയത്ത് ഇത് സംഭവിച്ചൊരു കാര്യമാണ്. കഥ മാത്രമല്ല, സംഭവിച്ചൊരു കാര്യമാണ്. തായ്ലൻഡിൽ റോഡ് വികസനം വന്ന സമയത്ത് ഈ പ്രതിമയെ, ഈ ക്ഷേത്രം പൊളിച്ചു മാറ്റേണ്ടി വന്നു. ഈ പ്രതിമയെ മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് അവിടുത്തെ ബുദ്ധ സന്യാസികളുടെ അനുവാദത്തോടു കൂടി ഒരു വലിയ ക്രെയിൻ എടുത്തതിന് ശേഷം ആ ക്രെയിനിൽ ഈ പ്രതിമയെ പൊക്കിയെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് സ്ഥാപിച്ചു. അബദ്ധവശാൽ ഈ കളിമണ്ണിനകത്ത് ചെറിയ ചെറിയ പൊട്ടലുകളുണ്ടായി. അന്ന് പണി നിർത്തിവെച്ച് രാത്രി മഴ പെയ്തപ്പോൾ ഈ പ്രതിമയെ ടാർപോളിൻ വെച്ച് മൂടാൻ വേണ്ടി കുറേ ബുദ്ധ സന്യാസികൾ വന്ന് ഈ ടാർപോളിൻ വെച്ചത് മൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരാൾ നോക്കുന്ന സമയത്ത് ഈ പൊട്ടലിനുള്ളിലൂടെ, ഈ വിള്ളലിനുള്ളിലൂടെ വല്ലാത്തൊരു സ്വർണത്തിൻ്റെ തിളക്കം കണ്ടു. മനസ്സിലായോ? അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും കൂടി അറിയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കൂടി വന്ന് ഉളിയും ചുറ്റിയും എല്ലാം കൊണ്ടുവന്ന് ഇടിച്ച് പൊട്ടിച്ച സമയത്ത് 8 ഇഞ്ച് കനത്തിൽ വളരെ ശക്തിയായിട്ടുള്ള മണ്ണ് തേച്ച് വെച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടൊരു സ്വർണ്ണ പ്രതിമയായിരുന്നു അത്. പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു അതൊരു സ്വർണ്ണ പ്രതിമയാണെന്നുള്ള കാര്യം. അത് ഒരു കളിമണ്ണ് പ്രതിമയാണ് എന്നുള്ളതായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചപ്പോൾ ബർമീസ് പട ഏതോ കാലത്ത് ഈ രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് അവരെ ഈ പ്രതിമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് ആരൊക്കെയോ മണ്ണ് തേച്ച് വെച്ചതായിരുന്നു. കളിമണ്ണ് തേച്ച് വെച്ച് ഇതിനെ മൺപ്രതിമയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു ഇങ്ങനെ ഉണ്ടായത്. ഇത് ആരും പുറത്ത് പറഞ്ഞില്ല. എന്തുകൊണ്ട് ജാക്ക് ആൻഡ് ഫീൽഡ് ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ കുട്ടികളും വളർന്നു വരുന്ന സമയത്ത് നിങ്ങളിലുള്ള സ്വർണ്ണത്തിളക്കം, അപാരമായ നിങ്ങളുടെ ശേഷി ഞങ്ങൾ മാതാപിതാക്കളും സമൂഹവുമെല്ലാം കളിമണ്ണ് തേച്ച് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇതിനെ സൈക്കോളജിക്കൽ പറയുന്ന പേര് ടാബുലറാസ എന്നാണ്. ജോൺ ലോക്ക് എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് ടാബുലറാസ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് പേപ്പർ പോലെയാണ് ഓരോ കുട്ടിയും ഭൂമിയിൽ പുറത്ത് വീഴുന്നത്. പക്ഷേ ഞങ്ങൾ പേനയെടുത്ത് വരയും കുറിയും ഇട്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം വളർന്നു വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടെ അപാരമായ ശേഷിയിൽ ആരൊക്കെ കളിമണ്ണ് തേക്കുന്നുവോ അതിനെ ഉളിയും ചുറ്റിയും എടുത്ത് അടിച്ച് പൊട്ടിച്ച് നിങ്ങളുടെ മുഴുവൻ സ്വർണ്ണത്തിളക്കവും പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അതിനുവേണ്ടിയാണ് ഈ സ്റ്റോറി ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമുക്ക് ഒരു ആ കോൺഫിഡൻസോടു കൂടി ഒരു മാജിക് ചെയ്യാം. ആരാ പങ്കെടുക്കുന്നത്? ഗോപിക, ക്യാൻ യു കം ടു സ്റ്റേജ്? ഓക്കെ, ഗോപിക മാജിക് ചെയ്യാൻ പോവാണ്. മാജിക് കാണുകയല്ല, മാജിക്കിൽ പങ്കെടുക്കുകയല്ല, നേരെ മറിച്ച് ഗോപിക ഈസ് പ്രസൻറ്റിങ് എ മാജിക്. റെഡി ഫോർ ദാറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ ദി ബെസ്റ്റ്. ഓൾറൈറ്റ്, ഓക്കെ. മാജിക് സക്സസ് ആയി കഴിഞ്ഞാൽ ഗോപിക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം കേട്ടോ. ഓക്കെ, 2 ഗ്ലാസ് എൻ്റെ കയ്യിലുണ്ട് അല്ലേ? 2 ഗ്ലാസ് ഉണ്ട്, 2 പേപ്പർ ഗ്ലാസ്സാണ്. ഓക്കെ,
ഈ 2 ഗ്ലാസ്സിനകത്തേക്കും ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. മുള തുറക്ക്. മാജിക് കാണിക്കണമെങ്കിൽ നല്ല വെള്ളമൊക്കെ കുടിച്ച് ഞാൻ റെഡി ആവണം. മാജിക്കുകാരൻ ഗുരുനാഥൻ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം കാണിക്കണം കേട്ടോ. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. യെസ്, ഇതിനകത്തേക്കും കുറച്ച് വെള്ളം ഒഴിച്ചു. 2 ഗ്ലാസ്സിനും വെള്ളമുണ്ട് അല്ലേ? ഇനി മോള് ചെയ്യേണ്ടത് കൈ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിൽ പിടിച്ചാൽ മതി. ഇത് പിടിച്ചാൽ മതി. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഇനി കാല് രണ്ടും ചേർത്ത് വെക്കണം. ഗോപിക മാജിക് അവതരിപ്പിക്കുകയാണ്. കുറച്ചുകൂടി അങ്ങോട്ട് എന്നുള്ളൂ, കുറച്ചുകൂടി അങ്ങോട്ട്. ഈ ടേബിൾ തട്ടാതെ കുറച്ചുകൂടി അങ്ങോട്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് വളരെ സിമ്പിൾ. ഞാൻ ചെയ്യുന്ന അതേപോലെ ചെയ്യണ കാര്യങ്ങൾ. ഓക്കെ, ആദ്യം യു ക്യാൻ ടേൺ ലൈക്ക് ദിസ്. വെരി ഗുഡ്. നല്ല കയ്യടി കൊടുക്കുക. ഫസ്റ്റ് പാർട്ട് 1ാം ക്ലാസ്സിൽ പാസ്സായി. ഇനി ചെയ്യേണ്ടത് മൂവ് ലൈക്ക് ദിസ്. 2ാം ക്ലാസ്സിലും പാസ്സായി. ഇനി ചെയ്യേണ്ടത് ടോട്ടൽ ബോഡി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ചെയ്യേണ്ടത് സിമ്പിളാണ്. ഞാൻ ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യണം. ആ ഭാഗത്തേക്ക് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യണം. ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ വരണം. സ്ലോ ആയിട്ട് വരണം കേട്ടോ. ഒന്നും കൂടി ചെയ്യാം നമുക്ക്. ഒരു വളരെ സ്ലോ ആയിട്ട്, വളരെ സ്ലോ ആയിട്ട്. സ്ലോ. ഓക്കെ, ഇനി ഇങ്ങനെ പിടിച്ചതിന് ശേഷം കൈ കൊണ്ട് ആക്ഷൻ കഴിക്കും. വെള്ളം നമ്മൾ വാനിഷ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഡു ലൈക്ക് ദിസ്. 1, 2, 3. It's gone. That's it. Thank you very much. Take a seat, please. അപ്പോൾ ചോദ്യങ്ങൾ കഴിഞ്ഞു, ഉത്തരങ്ങൾ കഴിഞ്ഞു. ഗോപിയയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഗോപിയ എന്നേക്കാൾ മനോഹരമായിട്ട് മാജിക് പ്രസൻറ്റ് ചെയ്താണ്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ആ വിസ്മയ കാഴ്ചകൾ കഴിഞ്ഞു, ഇന്ദ്രജാലം കഴിഞ്ഞു, കഥകൾ കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ മാർക്ക് സ്കോർ ബോർഡിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു. സ്കോർ ബോർഡ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വാട്ട് ദാറ്റ്. ടീം എ 510 മാർക്സ്, ടീം ബി 410 മാർക്സ്, ടീം സി 480 മാർക്സ്, ടീം ഡി 420 മാർക്സ്, ടീം ഇ 880 മാർക്സ്, ടീം എഫ് 290, ടീം ജി 370 ആൻഡ് ടീം എച്ച് 50 മാർക്സ്. ഓക്കെ, മാർക്കുകളിൽ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഉള്ള മത്സരങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും, ഉത്തരങ്ങളുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും മാർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ഏകദേശം ഈ ഒരു പകുതി ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ആവേശത്തോടു കൂടി, കൂടുതൽ ഉജ്ജ്വലമായി മത്സരങ്ങളിൽ പങ്കെടുക്കുക. എപ്പോഴും മത്സരിക്കുന്ന സമയത്ത് മത്സര ബുദ്ധി വേണം. പക്ഷേ ആദ്യം നമ്മൾ മത്സരിക്കേണ്ടത് അവനവനോടാണ്. അതിനുശേഷം മറ്റുള്ളവരോട് മത്സരിക്കാൻ വേണ്ടി പഠിക്കുക. എനിവേ, ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങളുണ്ട്, വിസ്മയങ്ങളുണ്ട്. കാത്തിരിക്കാം അടുത്ത നാൾ വരെ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.